സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ പെനിൻസുലാർ റിവേഴ്സ്, ഉപദ്വീപീയ നദികൾ, ആ നദികളുടെ പേരുകൾ മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് അതിൻ്റെ സ്ഥാനം ചെറിയ രൂപത്തിൽ മാപ്പിൽ നമ്മൾ നോക്കി കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ആ ഓരോ റിവറിൻ്റെയും ഒറിജിനും അതിൻ്റെ ലെങ്ത്, അതിൻ്റെ മേജർ ട്രിബ്യൂട്ടറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കാൻ പോവുകയാണ്. അതേപോലെ മാപ്പിൽ നമ്മൾ ഒന്നുകൂടി അതിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മൾ വായിച്ച സെന്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു സെന്റൻസ് ആണ്. ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ ഈസ് ഓൾസോ ദി സോഴ്സ് റീജിയൻ ഓഫ് മെനി റിവേഴ്സ്. ഒരുപാട് നദികളുടെ ഉത്ഭവ കേന്ദ്രമാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. അതാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത്. ഓക്കെ, താഴത്തെ ഒരു ചോദ്യം കാണാം. ഒബ്സർവ് ദി മാപ്പ് ഫിഗർ 7.2 ആൻഡ് ഫൈൻഡ് ഔട്ട് ദി റിവേഴ്സ് ഫ്ലോവിംഗ് ത്രൂ ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിലൂടെ, ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി പറയാണ്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ നദികൾ തന്നെയാണ് മാപ്പിൽ നമ്മൾ കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ആ റിവേഴ്സ് എന്നുള്ളത്. എങ്കിലും ഇവിടെ ഒരു ചോദ്യം എന്ന രൂപത്തിൽ നമ്മൾ കണ്ടതുകൊണ്ട് അതിനുള്ള ഉത്തരം നമുക്ക് ആ ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മാർക്ക് ചെയ്തിരുന്നു. ഒന്നുകൂടി മാർക്ക് ചെയ്യാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അതേപോലെ നർമ്മദ, താപ്തി. ഓക്കെ, അപ്പൊ ഈ 4 റിവേഴ്സ് ബേ ഓഫ് ബംഗാളിലേക്കും ഈ 2 റിവേഴ്സ് നർമ്മദയും താപ്തിയും അറേബ്യൻ സീയിലേക്കും മെർജ് ചെയ്യുന്ന റിവേഴ്സ് ആണ്. അപ്പൊ ഈ നദികളാണ് നമുക്ക് ഇവിടെ, ഓക്കെ, നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പെനിൻസുലാർ റിവേഴ്സ് എന്ന രൂപത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും റിവേഴ്സ് ആണ്. ഒന്നുകൂടി പേരുകൾ പറയാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇനി അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. Okay. Observe the map and complete the table by classifying the peninsular rivers based on their direction of flow. Okay. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള റിവേഴ്സ് ഉണ്ടല്ലോ, ആ റിവേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്നും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്നും 2 ഗ്രൂപ്പാക്കി തിരിക്കുക. ഓക്കെ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും കിഴക്കോട്ട് ഒഴുകുന്ന നദികളും. കിഴക്കോട്ട് ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദി എന്ന് പറയുമ്പോൾ അതെങ്ങോട്ടാ? ബേ ഓഫ് ബംഗാളിലേക്കാണ്. വെസ്റ്റിലേക്ക്, വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി എന്ന് പറയുമ്പോൾ അതെങ്ങോട്ടാ? അത് അറേബ്യൻ സീയിലേക്കാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നർമ്മദയും അതേപോലെ താപ്തി, നർമ്മദ അതേപോലെ താപ്തി, ഇത് രണ്ടുമാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ബാക്കി നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാം, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അതെല്ലാം ഏതാണ്? അതെല്ലാം ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. വീണ്ടും മാപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ നർമ്മദ, താപ്തി മാത്രം വെസ്റ്റ്, ബാക്കിയെല്ലാം ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ ഇവിടെ പിന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. സം ഓഫ് ദി പെനിൻസുലാർ റിവേഴ്സ് ആർ ട്രിബ്യൂട്ടറീസ് ഓഫ് ദി ഗംഗ ആൻഡ് ദി യമുന. ഐഡന്റിഫൈ ദം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി മാപ്പ് ഫിഗർ 7.2. അതായത് ഉപദ്വീപീയ നദികളിൽ ചില നദികൾ, ഉപദ്വീപീയ നദികളിലെ പെനിൻസുലാർ റിവേഴ്സിലെ ചില റിവേഴ്സ് ഗംഗ അതേപോലെ യമുന തുടങ്ങിയിട്ടുള്ള നദികളുടെ ട്രിബ്യൂട്ടറീസ് ആണ്, പോഷക നദികളാണ്. അവ ഏതൊക്കെയാണെന്ന് പിന്നെ ആ ചിത്രത്തിന്റെ ആ ഒരു മാപ്പ് നോക്കിയിട്ട് കണ്ടെത്താൻ വേണ്ടി പറയാണ്. അതൊക്കെ നമുക്ക് പിന്നെ എക്സ്ട്രാ റീഡിംഗ് എന്ന രൂപത്തിൽ മാത്രം, ഓക്കെ, എക്സ്ട്രാ റീഡിംഗ് എന്ന രൂപത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് സോൺ, അതേപോലെ യമുനയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് ചമ്പൽ, ബെട്ടുവ, കേൻ, അങ്ങനെയൊക്കെയുള്ള ചില റിവേഴ്സ് കാണാം. ഓക്കെ, ആ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല, കാരണം എക്സാമിനെ സംബന്ധിച്ച് ആവശ്യമുള്ള ഒരു ചോദ്യമല്ല. ഓക്കെ, ഇനി see the origin, length and tributaries of major peninsular rivers given in the table. ഓക്കെ, അപ്പോൾ ഓരോ പെനിൻസുലാർ റിവേഴ്സിന്റെയും ഫീച്ചേഴ്സ് നമ്മൾ അതിന്റെ പ്രത്യേകതകൾ നോക്കുകയാണ്. കംപ്ലീറ്റ് ദി ടേബിൾ ആഫ്റ്റർ ഐഡന്റിഫൈങ് ദി സ്ട്രേറ്റ്സ് ത്രൂ വിച്ച് ദേ ഫ്ലോ ആൻഡ് ദി സീ വിച്ച് ദേ ജോയിൻ. അതേപോലെ വലതുഭാഗത്ത് 2 ബോക്സ് നമുക്ക് വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. സ്ട്രേറ്റ്സ് ത്രൂ വിച്ച് ഇറ്റ് ഫ്ലോസ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഓരോ റിവറും പാസ് ചെയ്ത് പോകുന്നത് എന്നാണ് നമ്മൾ ഈ ആദ്യത്തെ കോളത്തിൽ ഫിൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സീ വിച്ച് ഇറ്റ് ജോയിൻസ്, ഏത് കടലിലേക്കാണ് അത് മെർജ് ചെയ്യുന്നത്. ഓക്കെ, അതും നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞ കാര്യമാണ്.
അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് വായിച്ചു നോക്കാം, ഓരോ റിവറിൻ്റെയും പ്രത്യേകത നമുക്ക് നോക്കാം. റിവർ മഹാനദി, ഏറ്റവും ആദ്യം മഹാനദിയാണ്. ഓക്കെ, അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ്? അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് മൈഖാല റേഞ്ചസ്, മധ്യപ്രദേശിലെ മൈഖാല പർവ്വതനിരയാണ്. മൈഖാല റേഞ്ചസ് എന്ന് പറയുമ്പോൾ മൈഖാല പർവ്വതനിരയാണ്. അതിന്റെ മുകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. അപ്രോക്സിമേറ്റ് ലെങ്ത്, ഇതിന്റെ ഏകദേശം നീളം എത്രയാ? 857 കിലോമീറ്റർ ആണ്. മേജർ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാ? 2 പേരുകൾ പറയുന്നു, ഇബ് ടെൽ എന്നിങ്ങനെ 2 ട്രിബ്യൂട്ടറീസ് ആണ്. ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ പോകുന്നു എന്നുള്ളത് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇവിടെ പിന്നെ കണ്ടെത്തി കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ഇത് ചോദ്യം വരാറില്ല. പക്ഷെ എങ്കിലും സി വിച്ച് ഇറ്റ് ജോയിൻസ്, ആ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും നോക്കണം. ഏത് കടലിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഈ ആദ്യത്തെ 4 എണ്ണവും എവിടേക്കാണ്? അത് ബേ ഓഫ് ബംഗാളിലേക്കാണ്. അപ്പൊ ആദ്യത്തെ 4 എണ്ണവും ബേ ഓഫ് ബംഗാളാണ്. അവസാനത്തെ 2 എണ്ണം നർമ്മദയും താപ്തിയും അത് അറേബ്യൻ സീ ആണ്, അറബിക്കടലാണ്. ഓക്കെ, അപ്പോൾ അത് ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല. അപ്പോ മഹാനദിന്റെ ഒറിജിൻ പ്ലേസ് നമ്മൾ പറഞ്ഞു, മൈഖാല റേഞ്ചസ് ഇൻ മധ്യപ്രദേശ്, 857 കിലോമീറ്റർ ലെങ്ത്. മേജർ ട്രിബ്യൂട്ടറീസ് ഇബ്, ടെൽ എന്നിവയാണ്. സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ഇറ്റ് ഫ്ലോസ്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു നദി ഒഴുകുന്നത്. അടുത്ത റിവർ എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഗോദാവരിയുടെ പിന്നെ ഒറിജിൻ പ്ലേസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘാട്സ്, നാസിക് ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, പശ്ചിമഘട്ടമാണ്. നമ്മുടെ കേരളത്തിലെല്ലാം ഉൾപ്പെടുന്ന പശ്ചിമഘട്ടമുണ്ട്. ആ പശ്ചിമഘട്ടം തന്നെയാണ് ഗോദാവരിയുടെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഘാട്ടാണ്. കൃത്യം പ്ലേസ് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല. ഓക്കെ, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല, പിന്നെ ആ ഒരു ഭാഗത്ത് വരുന്ന പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഗോദാവരിയുടെ ഉത്ഭവം. അതിന്റെ ലെങ്ത് ഇവിടെ കാണാം, 1465 കിലോമീറ്റർ ആണ്. മേജർ ട്രിബ്യൂട്ടറീസ് ഇന്ദ്രാവതി, ശബരിയാണ്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്നുള്ളത് മഹാരാഷ്ട്രയും ആന്ധ്രാപ്രദേശും തെലങ്കാനയും എല്ലാം അതിൽ പെടും. നമ്മൾ പറഞ്ഞു എവിടേക്കാണ്? ബേ ഓഫ് ബംഗാളിലേക്കാണ്. പിന്നെ അടുത്ത റിവർ കൃഷ്ണയാണ്. കൃഷ്ണ എന്ന് പറയുന്നത് പിന്നെ തമിഴ്നാട്, അതേപോലെ തന്നെ കർണാടക, ഈ 2 സംസ്ഥാനങ്ങളിലെ പിന്നെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. പിന്നെ വെസ്റ്റേൺ ഘാട്സ്, ഓക്കെ, വെസ്റ്റേൺ ഘാട്സ്, അതേപോലെ എവിടെയാ? മഹാബലേശ്വർ ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് കൃഷ്ണ റിവറിന്റെ ഉത്ഭവം. അപ്പൊ ഗോദാവരിയും അതേപോലെ കൃഷ്ണയും രണ്ടും വെസ്റ്റേൺ ഘാട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രോപ്പർ പ്ലേസ് കൊടുത്തിട്ടുള്ളത്. ഗോദാവരി നാസിക് ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര, അതേപോലെ കൃഷ്ണ മഹാബലേശ്വർ ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളാണ്, പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള മഹാബലേശ്വർ കുന്നുകളിലാണ് കൃഷ്ണയുടെ ഉത്ഭവം. 1400 കിലോമീറ്റർ ആണ് ലെങ്ത്. അതേപോലെ അതിന്റെ മേജർ ട്രിബ്യൂട്ടറീസ് ഭീമ, അതേപോലെ തുംഗഭദ്ര. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ മഹാരാഷ്ട്ര എന്ന് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഒക്കെയാണ് ഇവിടെയും ആൻസർ വരുന്നത്. പിന്നെ ബേ ഓഫ് ബംഗാളിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത റിവർ എന്ന് പറയുന്നത് കാവേരിയാണ്. കാവേരിയുടെ പ്രത്യേകത ബ്രഹ്മഗിരി റേഞ്ചസ് ഇൻ വെസ്റ്റേൺ ഘാട്സ്, കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അതേപോലെ അതിന്റെ ലെങ്ത് എത്രയാ? ഏകദേശം 800 കിലോമീറ്റർ ലെങ്ത് ആണ്. അതേപോലെ അതിന്റെ ട്രിബ്യൂട്ടറീസ് കബനി, അമരാവതി തുടങ്ങിയിട്ടുള്ളവയാണ്. കബനി, അമരാവതി ഒക്കെയാണ് അതിന്റെ ട്രിബ്യൂട്ടറീസ്. അതേപോലെ ഏതൊക്കെ സ്റ്റേറ്റ്സ്? കർണാടക, തമിഴ്നാട് ഒക്കെ വരുന്നു. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു കൃഷ്ണ എന്ന് പറയുന്ന റിവർ പിന്നെ കർണാടകയുടെ അതേപോലെ തമിഴ്നാടിന്റെ പ്രധാന റിവറാന്ന് പറഞ്ഞു. പറഞ്ഞത് മാറിപ്പോയതാണ്. കൃഷ്ണ റിവർ അല്ല, കാവേരിയാണ്. ഓക്കെ, കാവേരി റിവറാണ്. കർണാടകയും അതേപോലെ തമിഴ്നാട്, ഈ 2 സംസ്ഥാനങ്ങളും അവരുടെ കൃഷിക്കും ജലസേചനത്തിനും ഒക്കെ ഏറ്റവും കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റിവറാണ് കാവേരി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ നദിയിലെ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കൂട്ടരും തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ കാവേരി അതിന്റെ ഒറിജിൻ പ്ലേസ് എന്ന് പറയുന്നത് കർണാടകയിലെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള വെസ്റ്റേൺ ഘാട്സിന്റെ ഭാഗമായിട്ടുള്ള ബ്രഹ്മഗിരി റേഞ്ചസ് ആണ്. അതിന്റെ ലെങ്ത് 800 കിലോമീറ്റർ. അതേപോലെ കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് കബനി, അമരാവതി. അപ്പൊ സ്റ്റേറ്റ്സ് നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും, കർണാടക അതേപോലെ തമിഴ്നാട്.
കാവേരിയും എവിടേക്കാണ് മെർജ് ചെയ്യുന്നത്? ബേ ഓഫ് ബംഗാളിലേക്കാണ്. ഇനി നർമ്മദ. ഓക്കെ, നർമ്മദയുടെ പ്രത്യേകത മൈഖാല റേഞ്ചസ്, ഛത്തീസ്ഗഡ്. ഓക്കെ, ഛത്തീസ്ഗഡിലെ മൈഖാല നിരകളാണ് നർമ്മദയുടെ ഉത്ഭവ കേന്ദ്രം. ശ്രദ്ധിക്കണം, നമ്മൾ മുകളിൽ പറഞ്ഞു മഹാനദി. മഹാനദിയുടെ ഒറിജിൻ പ്ലേസ് ഏതാ? മധ്യപ്രദേശിലെ മൈഖാല റേഞ്ചസ്. ഓക്കെ, ഇവിടെ പറയുന്നത് നർമ്മദയുടെ ഒറിജിൻ പ്ലേസ് ഛത്തീസ്ഗഡിലെ മൈഖാല റേഞ്ചസ്. അതേപോലെ ലെങ്ത് എത്രയാ? 1312 കിലോമീറ്റേഴ്സ്. അതേപോലെ അതിന്റെ രണ്ട് ട്രിബ്യൂട്ടറീസിന്റെ പേര് പറയുന്നു, ഹിരൺ ബഞ്ചൻ. ഓക്കെ, ഹിരൺ ബഞ്ചൻ, ഇങ്ങനെ രണ്ട് റിവേഴ്സ് ആണ്. സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? അതിൽ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഛത്തീസ്ഗഡ്, അതേപോലെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഒക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം, നർമ്മദ എവിടേക്കാണ് മെർജ് ചെയ്യുന്നത്? നർമ്മദ മെർജ് ചെയ്യുന്നത് എവിടേക്കാണ്? നർമ്മദ മെർജ് ചെയ്യുന്നത് അറേബ്യൻ സീ, അറബിക്കടലിലേക്കാണ്. അതേപോലെ ഏറ്റവും അവസാനത്തെ താപ്തി. താപ്തിയുടെ ഒറിജിൻ പ്ലേസ് ഇതാ ഇവിടെ ഷെയ്ഡ് ചെയ്തു. ഏത് ഒറിജിൻ പ്ലേസ്? മുൻതായ് പീഠഭൂമിയാണ്. മുൻതായ് പ്ലാറ്റ്യൂ, മുൻതായ് പീഠഭൂമിയാണ്. അത് എവിടെയാ? അതിന്റെ പ്രോപ്പർ പ്ലേസ് പറയുന്നു, മധ്യപ്രദേശിലുള്ള ബൈത്തൂൽ ഡിസ്ട്രിക്റ്റ് ആണ്, ബൈത്തൂൽ ജില്ല. ഓക്കെ, ഡിസ്ട്രിക്ട് എന്നാണ് ഇവിടെ ഉള്ളത്, സംഗതി ഡിസ്ട്രിക്റ്റ് ആണ്, ജില്ലയാണ്. സോ മഹാരാഷ്ട്രയിലെ ബൈത്തൂൽ ഡിസ്ട്രിക്റ്റിലെ മുൻതായ് പ്ലാറ്റ്യൂ, മുൻതായ് പീഠഭൂമിയാണ് താപ്തി റിവറിന്റെ ഒറിജിൻ പ്ലേസ് എന്ന് പറയുന്നത്. 724 കിലോമീറ്റർ ലെങ്ത്. അതിന്റെ രണ്ട് ട്രിബ്യൂട്ടറീസിന്റെ, പോഷക നദികളുടെ പേരുകളിവിടെ പറയുന്നു, ആനർ അതേപോലെ ഗിർന. ആനർ അതേപോലെ ഗിർന. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആയിരിക്കും? ഒന്നിവിടെ മഹാരാഷ്ട്ര പറയുന്നുണ്ടല്ലോ. സോ മഹാരാഷ്ട്ര, അതേപോലെ മധ്യപ്രദേശ്, ഗുജറാത്ത് ഒക്കെയാണ് താപ്തി ഒഴുകുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ്. അതേപോലെ താപ്തിയും എവിടേക്കാ? താപ്തിയും അറേബ്യൻ സീയിലേക്കാണ്, അറബിക്കടലിലേക്കാണ് മെർജ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും റിവേഴ്സ് ആണ് പെനിൻസുലാർ റിവേഴ്സിൽ നമുക്ക് നോക്കാനുള്ളത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ 4 റിവേഴ്സും എവിടേക്കാണ്? ബേ ഓഫ് ബംഗാളിലേക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. നർമ്മദ, താപ്തി ഇത് രണ്ടും എവിടേക്കാണ്? അത് വെസ്റ്റ് ഫ്ലോയിങ് ആണ്, അല്ലെങ്കിൽ അറേബ്യൻ സീയിലേക്ക്, അറബിക്കടലിലേക്ക് മെർജ് ചെയ്യുന്ന റിവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഒറിജിൻ പ്ലേസ് കൃത്യമായിട്ട് നോക്കി വെക്കുക. സാധാരണഗതിയിൽ ആദ്യമൊക്കെ പിന്നെ മാപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, കൃഷ്ണ അല്ലെങ്കിൽ കാവേരി, അത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു രീതിയൊക്കെ മാറിയിട്ട് ചോദിക്കുന്ന രീതി മാറി. വെസ്റ്റേൺ ഗാഡ്സിലെ അല്ലെങ്കിൽ നാസിക് ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര, വെസ്റ്റേൺ ഗാഡ്സിലെ മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്റ്റിലുള്ള വെസ്റ്റേൺ ഗാഡ്സിന്റെ ഭാഗത്തുനിന്ന് ഒറിജിൻ ചെയ്യുന്ന റിവർ ഏതാണ്? ചിലപ്പോൾ അതിന്റെ പ്ലേസ് ആയിരിക്കും ചോദിക്കുക. ഒറിജിൻ പ്ലേസ് ചോദിച്ചിട്ട് ഈ പ്ലേസ് നിന്ന് പിന്നെ ഒറിജിൻ ചെയ്യുന്ന റിവർ ഏതാണ് അത് മാർക്ക് ചെയ്യുക എന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ഡയറക്റ്റ് റിവർ മാർക്ക് ചെയ്യാൻ പറയാതെ റിവറിന്റെ ഒരു ഫീച്ചർ പറഞ്ഞിട്ട് ആ ഫീച്ചർ വരുന്ന റിവർ ഏതാണോ ആ റിവർ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എന്നിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യവും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോൾ ട്രിബ്യൂട്ടറീസ് വെച്ചായിരിക്കും ചോദിക്കുക, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഭാഗം കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ റിവറും നമ്മൾ മാപ്പിൽ ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മാപ്പിൽ അവിടെ വരച്ചിട്ടുള്ള ആ ഒരു വരയുടെ മുകളിലൂടെ തന്നെ നമ്മളൊന്ന് അടയാളപ്പെടുത്തുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഓർഡർ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത്. ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് ബൈഹാർട്ട് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ? ഏറ്റവും ആദ്യം മഹാനദിയാണ്. ഓക്കെ, നമ്മൾ അത് ഒഴുകുന്ന ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ ഇങ്ങനെ പോയിട്ട് എവിടേക്ക് മെർജ് ചെയ്യുന്നു? എന്താ അറബിക്കടലിലേക്ക്, സോറി ബേ ഓഫ് ബംഗാളിലേക്ക്, അറേബ്യൻ ഉൾക്കടലിൽ, സോറി അറേബ്യൻ ഉൾക്കടലല്ല, പറഞ്ഞ് തെറ്റിപ്പോയി, ബംഗാൾ ഉൾക്കടലിലേക്കാണ് അത് മെർജ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി കളർ ഒന്ന് മാറ്റി ഷെയ്ഡ് ചെയ്യാം. ശരിക്കും റിവറൊക്കെ ആ ഒരു കളറിലാണ് കൊടുക്കേണ്ടത്, എങ്കിലും ഒന്നുകൂടി ഡാർക്ക് ആക്കാം പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ അതിന്റെ കട്ടി ഒന്ന് ഞാൻ കൂട്ടുകയാണ്. ഓക്കെ, അപ്പൊ മഹാനദി നമ്മൾ വരയ്ക്കേണ്ടത് ഈ രൂപത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി നേരെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുപോയി മുട്ടിക്കുക. ഓക്കെ, അത് നമ്മൾ വരയ്ക്കുന്നത് ഇനിയിപ്പോ ഒരു അല്പം മാറി മുകൾ ഭാഗത്തു നിന്നായി എന്ന് വിചാരിക്കുക, കുഴപ്പമില്ല. ഓക്കെ, ഇനി കുറച്ച് താഴ്ഭാഗത്തു നിന്നായാലും വലിയ വിഷയങ്ങളില്ല. പക്ഷേ അത് മെർജ് ചെയ്യുന്ന ഒരു ഭാഗം
എവിടെയായിരിക്കണം? ഈ ഒരു പോയിന്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിന് നമ്മൾ വരച്ച് പഠിച്ചാലും മതി. ഓക്കെ, ഇങ്ങനെ ഒരു വര വരച്ചാൽ എന്തായി? മഹാനദിയായി എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ മഹാനദി നമ്മൾ വരച്ചു. അതേപോലെ ഗോദാവരി, ഇന്ത്യയുടെ ഈ ഒരു വശത്ത് നമുക്ക് കാണാം കുറെ അപ്സ് ആൻഡ് ഡൗൺസ് കാണാം അല്ലെ, ഉയർച്ച താഴ്ചകളും ചില മടക്കുകളും ചില പിന്നെ കുഴികളൊക്കെ കാണാം. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ അടയാളങ്ങൾ നമ്മൾ നോക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പഠിക്കുക. അപ്പൊ മഹാനദി നമ്മൾ വരച്ചു. ഗോദാവരി ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ രൂപത്തിൽ ഗോദാവരി ഇതാ ഇങ്ങനെ പോവാണ്. വളരെ നീളം കൂടിയിട്ടുള്ള ഒരു റിവറാണ് ഗോദാവരി. ഓക്കെ, അപ്പൊ ഈ ഗോദാവരി ഇവിടെ കാണുന്നുണ്ട്, ഗോദാവരി ഇവിടെയും കാണുന്നു. ഇവിടെ ഒരു ഗോദാവരി കാണുന്നു, ഇവിടെ ഒരു ഗോദാവരി കാണുന്നു. അതിനർത്ഥം എന്താ? രണ്ട് ഗോദാവരി ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ഇത് മുഴുവൻ ഇവിടുന്നേ ഉത്ഭവിച്ചിങ്ങനെ വരികയാണ് അല്ലെ, അവിടുന്ന് ഉത്ഭവിച്ചു വരികയാണ് ഗോദാവരി. നമ്മൾ പറഞ്ഞു ഗോദാവരിയുടെ ഉത്ഭവ കേന്ദ്രം ഏതാ? ഇതിലെങ്ങനെതാ ഞാൻ ഈ വരച്ചതുപോലെ ഒരു ലാൻഡ് ഒരു ഫീച്ചർ ഇവിടെ കിടക്കുന്നുണ്ട്. എന്താ ഫീച്ചറിന്റെ പേര്? അതിന്റെ പേരാണ് വെസ്റ്റേൺ ഘട്ട് അല്ലെ. അപ്പൊ ആ വെസ്റ്റേൺ ഘട്ട് എന്ന് ഉത്ഭവിക്കുന്ന, പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഗോദാവരി. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് ഈ ഒരു വെസ്റ്റേൺ ഘട്ടം, വെസ്റ്റ് ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് പോയി 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 എവിടേക്ക് എത്താണ്? ഈസ്റ്റ് ഭാഗത്തുള്ള ബേ ഓഫ് ബംഗാളിലേക്ക് മെർജ് ചെയ്യുക. ഒരു വലിയ റിവറാണ്, അതുകൊണ്ടാണ് രണ്ട് ഭാഗത്ത് ആ പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗോദാവരി. ഓക്കെ, ഗോദാവരി ഈ രൂപത്തിൽ വന്ന് ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, ഗോദാവരി ഇങ്ങനെ പുറപ്പെടുകയാണ്. പുറപ്പെട്ടിട്ട് എവിടെ എത്തി? അവസാനം ഈ ഒരു ഭാഗത്ത് വന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് മെർജ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് കൃഷ്ണയാണ്. കൃഷ്ണയുടെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഗോദാവരിയുടെ താഴെയായിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ ബൈഹാർട്ടാക്കി വെക്കുക. ഇതാണ് കൃഷ്ണക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ കൃഷ്ണയുടെ പ്ലോട്ട് ഏതാണ്? ഈ ഒരു വര ശ്രദ്ധിക്കുക. ഈ ഒരു മടക്കിലേക്ക്, ഇന്ത്യയുടെ ഭൂപടത്തിലെ ഈ ഒരു ചെറിയ പോയിന്റിലേക്ക്, ഈ ഒരു കോർണറിലേക്ക് നമ്മൾ കൃഷ്ണയെ ഇറക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തായി? അതും അതിലെ ബേ ഓഫ് ബംഗാളിലേക്ക് മെർജ് ചെയ്തു. അപ്പൊ മഹാനദി, ഗോദാവരി, കൃഷ്ണ. ഇനി ഏതാ? ഇനി കാവേരിയാണുള്ളത്. പിന്നെ കാവേരി നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അതിന്റെ ഉത്ഭവ സ്ഥാനം. അതേപോലെ നമ്മൾ വരയ്ക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് മടക്കുകളൊന്നും നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യുക? അവസാനം അത് മെർജ് ചെയ്യുന്ന ഭാഗം ഏറെക്കുറെ നമ്മൾ കറക്റ്റ് ആക്കി കൊടുക്കുക. അതായത് ഈ ഒരു കടലിലേക്ക് ചേരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഏകദേശം നമ്മൾ കറക്റ്റ് ആക്കി കൊടുക്കുക. ബാക്കി കുറച്ച് വളവും തിരിവൊക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടില്ല. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട റിവേഴ്സ് നമ്മൾ വരച്ചു കഴിഞ്ഞു. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ, കാവേരി നേരെ എങ്ങോട്ടാണ്? അതും ബേ ഓഫ് ബംഗാളിലേക്കാണ്. ഇനി നമുക്ക് രണ്ടെണ്ണേ ബാക്കിയുള്ളൂ, നർമ്മദയും താപ്തിയും. ഓക്കെ, നർമ്മദയുടെ അതേപോലെ താപ്തിയുടെ പ്രത്യേകത, രണ്ടിന്റെ പ്രത്യേകത എന്താ? ഇത് രണ്ടും എവിടേക്കാ? ഇത് രണ്ടും അറേബ്യൻ സീയിലേക്കാണ്. അപ്പൊ ഈ കാര്യം നമ്മൾ ഏറ്റവും ആദ്യം ഓർത്തു വെക്കുക. അപ്പൊ തന്നെ നമുക്ക് ഒരു അരമാർഗം ഏകദേശം ഉറപ്പായി. എന്തായാലും നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് മുട്ടിച്ച് വരച്ചാൽ ഏകദേശം സ്ഥാനം റെഡി ആണെങ്കിൽ നമുക്ക് ചെറിയൊരു മാർക്കെങ്കിലും അവിടെ കിട്ടുമല്ലോ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ നർമ്മദ വരയ്ക്കുകയാണ്. നർമ്മദ ഇതാ ഇങ്ങനെ പോന്നിട്ട് ഓക്കെ നേരെ ഇവിടെ മുട്ടിക്കുക. നർമ്മദയായി. നർമ്മദയുടെ തൊട്ട് താഴെ തന്നെയാണ് എന്തുള്ളത്? താപ്തി ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാപ്പിൽ പ്രദേശങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും മാപ്പിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നർമ്മദയും താപ്തിയും കൂടി നമ്മളിപ്പോൾ വരച്ചു. ഓക്കെ, അപ്പൊ ഇത്ര ഈസി ആയിട്ട് നമുക്ക് മാപ്പിലെ റിവേഴ്സ് അടയാളപ്പെടുത്താം. ഇതൊരു വലിയ ടാസ്ക് അല്ല, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ല, എടുത്താ പൊന്താത്ത ഒരു പണിയല്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് റിവേഴ്സ് അടയാളപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ഹിമാലയൻ റിവേഴ്സ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. അപ്പൊ ഇപ്പോൾ ഈ പെനിൻസുലാർ റിവേഴ്സും നമ്മളിപ്പോൾ നോക്കി. ഇനി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള ബാക്കി ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, ഈ ടേബിൾ ആണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കുക, ഗോദാവരി ശ്രദ്ധിക്കണേ, 1 മാർക്കിന്റെ ചോദ്യം വരുന്ന ഒരു പാരഗ്രാഫാണ്. ഗോദാവരി ഈസ് ദ ലോങ്സ്റ്റ് എമംഗ് ദി പെനിൻസുലാർ റിവേഴ്സ്. പെനിൻസുലാർ റിവേഴ്സിലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് നീളമുള്ള ഒരു റിവറാണ് അല്ലെ. 2 സ്ഥലത്ത് ഗോദാവരി എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം അത് തന്നെയാണ്, വേറെ റിവറാണ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി. സോ ഗോദാവരി ഈസ് ദ ലോങ്സ്റ്റ് പെനിൻസുലാർ റിവർ. പെനിൻസുലാർ റിവേഴ്സിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത്, ഗോദാവരി. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദ്യം വരിക പിന്നെ ഈ മാപ്പിൽ അടയാളപ്പെടുത്താനുള്ള ചോദ്യം എങ്ങനെ വരും? മാർക്ക് ദി ലോങ്സ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ദി ഗിവൻ മാപ്പ്. തന്നിട്ടുള്ള ഭൂപടത്തില് ഏറ്റവും നീളം കൂടിയ പെനിൻസുലാർ റിവറിനെ മാർക്ക് ചെയ്യുക. ഗോദാവരിയെ മാർക്ക് ചെയ്യുക എന്നല്ല ചോദ്യം. എന്താണ്? മാർക്ക് ദി ലോങ്സ്റ്റ് പെനിൻസുലാർ റിവർ.
ഓക്കെ, ഏറ്റവും നീളം കൂടിയ പെനിൻസുലാർ റിവർ ഏതാണോ അത് മാർക്ക് ചെയ്യാൻ പറയും. അത് മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അത് ഗോദാവരിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുശേഷം നമ്മൾ അവിടെ മാർക്ക് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ ഇനി മാർക്കിംഗ് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിലും ഗോദാവരി എന്ന് എഴുതി വെച്ചാൽ ഒരു അരമാർക്ക് അവിടെ കിട്ടും. മാർക്കിങ്ങും കൂടിയാകുമ്പോൾ എന്തായി? ഫുൾ മാർക്ക്, ഒരു മാർക്ക് അവിടെ കിട്ടി. അപ്പോൾ ഒരു പോയിന്റ് പഠിച്ചു. ദെൻ വാട്ടർഫോൾസ് ആർ കോമൺ ഇൻ മോസ്റ്റ് ഓഫ് ദി പെനിൻസുലാർ റിവേഴ്സ്. ഈ ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള ഉപദ്വീപീയ നദികളിൽ ഒരു പ്രത്യേകതയാണ്, പല സ്ഥലത്തും എന്തുണ്ട്? വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടങ്ങൾ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. അതിലേറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഇവിടെ പറയുന്നത് ദി ഹയസ്റ്റ് അമംഗ് ദീസ്, അല്ലെങ്കിൽ ദീസ് എന്ന് പറയുമ്പോൾ ഏതാ? വാട്ടർഫോൾസ് അല്ലെ. ഈ വാട്ടർഫോൾസിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഏതാണ്? ജോഗ് ഫോൾസ് ആണ്. പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതിന്റെ ഹൈറ്റ് എത്രയാ? 225 മീറ്റേഴ്സ്, 225 മീറ്റർ ആണ് അതിന്റെ ഉയരം. ഈ ജോഗ് ഫോൾസ് എവിടെയാണ്? ഇൻ ശരാവതി റിവർ ഇൻ കർണാടക. ഓക്കെ, കർണാടകയിലെ ശരാവതി റിവറിലാണ് ഏതുള്ളത്? ഈ ജോഗ് ഫോൾസ് ഉള്ളത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഹയസ്റ്റ് വാട്ടർഫോൾ ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് 2-3 പോയിന്റ്സ്, ഒരു മാർക്കിനുള്ള 2-3 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഒന്ന്, പെനിൻസുലാർ റിവേഴ്സിലെ ഏറ്റവും ലോങ്സ്റ്റ് ഏതാണ്? ഗോദാവരിയാണ്. അതേപോലെ ഇന്ത്യയിലെ ഹയസ്റ്റ് വാട്ടർഫോൾ എന്ന് പറയുന്നത് ഏതാണ്? ജോഗ് ഫോൾസ് ആണ്. 2 പോയിന്റ് ആയി. ജോഗ് ഫോൾസിന്റെ ഹൈറ്റ് എത്രയാണ്? 225 മീറ്റേഴ്സ് ആണ്. 3 പോയിന്റ് ആയി. ജോഗ് ഫോൾസ് ഏത് റിവറിന്റെ ഭാഗമാണ്? ശരാവതി റിവറിന്റെ ഭാഗമാണ്. ജോഗ് ഫോൾസ് ഏത് സ്റ്റേറ്റിലാണ്? കർണാടകയിലാണ്. 5 പോയിന്റ്സ് നമുക്ക് അവിടുന്ന് ഈ ഒരു ചെറിയ പാരഗ്രാഫ് ഒന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ, മോസ്റ്റ് ഓഫ് ദി പെനിൻസുലാർ റിവേഴ്സ് എൻറ്റർ ദി പ്ലെയിൻസ് ബൈ ഫോമിംഗ് വാട്ടർഫോൾസ്. വൈ ഈസ് ഇറ്റ് സോ? ഓക്കെ, എന്താ ചോദ്യം? ഈ പെനിൻസുലാർ റിവേഴ്സിൽ മിക്കവാറും എല്ലാ പെനിൻസുലാർ റിവേഴ്സും അല്ലെ, മിക്ക ഉപദ്വീപീയ നദികളും വെള്ളച്ചാട്ടം സൃഷ്ടിച്ചുകൊണ്ടാണ് സമതലത്തിലേക്ക് കടക്കുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് മിക്കവാറും പെനിൻസുലാർ റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അപ്പൊ അതിനുള്ള ഉത്തരം നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞു, പല ഉയർച്ച താഴ്ചകളുള്ള ഒരു ഭൂപ്രകൃതിയാണല്ലോ. ഓക്കെ, അപ്പൊ ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ, ഈ ഒരു പീഠഭൂമിയുടെ വശങ്ങൾ അല്ലെങ്കിൽ അരികുകൾ ചുറ്റുപാടുള്ള പ്രദേശത്തിനെ അപേക്ഷിച്ച് കുത്തനെ ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ നദികൾ താരതമ്യേന ഈ ഉയർന്ന പീഠഭൂമിയിൽ നിന്നും അതേപോലെ സമതലത്തിലേക്ക് കടക്കുമ്പോൾ, ഓക്കെ, അതുകൊണ്ട് പറയാം, നമ്മൾ ഈ പഠിക്കുന്ന പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉപദ്വീപീയ പീഠഭൂമിയുടെ വശങ്ങൾ എന്ന് പറയുന്നത് ചുറ്റുപാടിനെ അപേക്ഷിച്ച് വളരെ ഉയർന്നു നിൽക്കുന്ന, കുത്തനെ ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. അപ്പൊ ഈ കുത്തനെ ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് നദികൾ സമതലങ്ങളിലേക്ക് പതിക്കുമ്പോൾ, ഈ സമതലങ്ങളുടെ പ്രത്യേകത എന്താ? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും താരതമ്യേന താഴ്ന്ന പ്രദേശങ്ങളാണ്. അപ്പൊ ഉയരം കൂടിയിട്ടുള്ള ഈ ഒരു പീഠഭൂമിയിൽ നിന്നും സമതലത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുന്നു? അവിടെ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള ഒരു ലോജിക്ക് നമ്മൾ അവിടെ മനസ്സിലാക്കിയാൽ മതി. എക്സാമിന് വരുന്ന ഒരു ചോദ്യമല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ലോജിക്ക് മാത്രം ഓർത്തു വെക്കുക. ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് ഇത്. കമ്പാരിറ്റീവ്ലി ഒരുപാട് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. ആ പെനിൻസുലാർ പ്ലാറ്റ്യൂന്ന് താഴ്ന്ന പ്ലെയിൻസിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം ഒഴുകുമ്പോൾ അത് വെള്ളച്ചാട്ടമായിട്ട്, വാട്ടർഫോൾസ് ആയിട്ട് മാറുന്നു എന്ന് മാത്രം. ഓക്കെ, you might have understood the characteristics of the Himalayan and peninsular rivers. Let's have a comparative study of them. അപ്പോൾ നമ്മൾ നേരത്തെ ഹിമാലയൻ റിവേഴ്സ് നോക്കി, അതേപോലെ ഇപ്പോൾ പെനിൻസുലാർ റിവേഴ്സ് നമ്മൾ നോക്കി. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. എക്സാമിന് പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ള, നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഒരു ബോക്സ് നമ്മൾ പഠിച്ചാൽ മറ്റേ ബോക്സ് അല്ലെ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറയുന്നത് പോലെ, നമ്മൾ ഏതെങ്കിലും ഒരു ബോക്സ് പഠിച്ചാൽ മറ്റേ ബോക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ള ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഏറ്റവും ആദ്യം ഇടതുഭാഗത്തുള്ള ആദ്യത്തെ ബോക്സ് എന്താണ്? ഹിമാലയൻ റിവേഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. വലതുഭാഗത്ത് പെനിൻസുലാർ റിവേഴ്സ് ആണ്, ഉപദ്വീപീയ നദികൾ. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള മഹാനദിയും ഗോദാവരിയും ഒക്കെയുള്ള പെനിൻസുലാർ റിവേഴ്സ്. അപ്പൊ വളരെ പെട്ടെന്ന് നോക്കാം. ഹിമാലയൻ റിവേഴ്സിന്റെ ആദ്യത്തെ ഒരു ഫീച്ചർ പറയുന്നു, ഒറിജിനേറ്റ് ഫ്രം ദി ഹിമാലയൻ മൗണ്ടൻ റേഞ്ച്. നമ്മൾ പഠിച്ചതാ, അതിന്റെ ഉത്ഭവ സ്ഥാനം ഏതാ? ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ആണ്. ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പെനിൻസുലാർ റിവറിന്റെ ഒറിജിൻ ഏതാ? നമ്മളിപ്പോ പറഞ്ഞു, ഒറിജിനേറ്റ് ഫ്രം ദി മൗണ്ടൻ റേഞ്ചസ് ഇൻ ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിലും എന്തുണ്ട്? ചില മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. വിന്ധ്യ, സത്പുര, ആരവല്ലി, അതേപോലെ തന്നെ വെസ്റ്റേൺ ഘാട്ട്, ഈസ്റ്റേൺ ഘാട്ട്സ്, അങ്ങനെയുള്ള
ചില മൗണ്ടൻ റേഞ്ചസ് പെനിൻസുലാർ റിവർ പിന്നെ പെനിൻസുലാർ പ്ലാറ്റ്യൂലുണ്ട്. അപ്പോൾ അതാണ് അതിന്റെ ഒറിജിൻ പ്ലേസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഹിമാലയൻ റിവേഴ്സ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് എന്ന് ഉത്ഭവിക്കുന്നു. പെനിൻസുലാർ റിവേഴ്സ് പെനിൻസുലാർ പ്ലാറ്റ്യൂലുള്ള മൗണ്ടൻ റേഞ്ചസ് എന്ന് ഉത്ഭവിക്കുന്നു. പിന്നെ ഹിമാലയൻ റിവേഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എക്സ്റ്റെൻസീവ് കാച്ച്മെന്റ് ഏരിയ, അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടി പ്രദേശം എന്ന് പറയാം. കാച്ച്മെന്റ് ഏരിയ വളരെ കൂടുതലാണ് ഹിമാലയൻ റിവേഴ്സിന്. ഓക്കെ, അതായത് ധാരാളം മഴവെള്ളമായാലും ഒഴുകിയെത്തുന്ന മറ്റു വെള്ളമായാലും അതിനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കാച്ച്മെന്റ് ഏരിയ, വൃഷ്ടി പ്രദേശം വളരെ കൂടുതലാണ് ഹിമാലയൻ നദികൾക്ക്. എന്നാൽ കമ്പാരിറ്റീവ്ലി സ്മോളർ കാച്ച്മെന്റ് ഏരിയ ഫോർ പെനിൻസുലാർ റിവേഴ്സ്. ഉപദ്വീപീയ നദികൾക്ക് പെനിൻസുലാർ റിവേഴ്സിന് വൃഷ്ടി പ്രദേശം അല്ലെങ്കിൽ വിസ്തൃതി കുറഞ്ഞിട്ടുള്ള വൃഷ്ടി പ്രദേശമാണുള്ളത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഹിമാലയൻ റിവേഴ്സിനെ അപേക്ഷിച്ച് കാച്ച്മെന്റ് ഏരിയ കുറവാണ്. പിന്നെ ഹിമാലയൻ റിവേഴ്സ് ഇന്റൻസീവ് ഇറോഷൻ, അതിശക്തമായിട്ടുള്ള അപരദനം നടക്കുന്നുണ്ട് ഇവിടെ ഹിമാലയൻ റിവേഴ്സിന്. കുത്തനെ ഒഴുകുന്ന നദികളാണ് പല സ്ഥലത്തും. നമ്മൾ ഹിമാലയ പർവ്വത നിരകൾ എന്ന് പറയുമ്പോൾ ഉയരം കൂടിയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അവിടുന്ന് താഴ്വാരത്തേക്ക് ഒഴുകുന്ന നദികൾ പലപ്പോഴും ഇറോഷണൽ ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. ഇറോഷൻ എന്താണ്, ഡിപ്പോസിഷൻ എന്താണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പ്രത്യേകിച്ച് മാനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അപരദന തീവ്രത, ഇന്റൻസീവ് ഇറോഷൻ, ഓക്കെ, അപരദന തീവ്രത വളരെ കൂടുതലാണ് ഹിമാലയൻ റിവേഴ്സിന്. അപ്പൊ പെനിൻസുലാർ റിവേഴ്സിൽ എന്തായിരിക്കും? ഇന്റൻസിറ്റി ഓഫ് ഇറോഷൻ ഈസ് ലെസ്. ഇവിടെ കൂടുകയാണെങ്കിൽ അവിടെ കുറവ്. കാച്ച്മെന്റ് ഏരിയ ഇവിടെ കൂടിയപ്പോൾ കാച്ച്മെന്റ് ഏരിയ അവിടെ കുറഞ്ഞു. ഇറോഷൻ ഇവിടെ കൂടിയപ്പോൾ ഇറോഷൻ ഇവിടെ കുറഞ്ഞു. അപരദന തീവ്രത കുറവാണ്. ഇനി ഹിമാലയൻ റിവേഴ്സിന്റെ മറ്റൊരു ഫീച്ചർ പറയുന്നു, ക്രിയേറ്റ് gorges in the mountain region and meanders in plains. അതായത് create gorges in the mountain region and meanders in plain. പർവ്വത മേഖലകളിൽ മൗണ്ടൻ റേഞ്ചസിൽ വലിയ ഗിരികന്ധരങ്ങൾ എന്നൊക്കെ പറയും. ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത് വലിയ ചെങ്കുത്തായിട്ടുള്ള ഭാഗങ്ങൾ, വളരെ ചെങ്കുത്തായിട്ടുള്ള കിഴക്കന്തൂക്കായ എന്നൊക്കെ പറയും നമ്മൾ. ചെങ്കുത്തായിട്ടുള്ള വലിയ താഴോട്ട് ഇടിഞ്ഞു വീഴാൻ പാകത്തിനുള്ള വലിയ ഭാഗങ്ങൾ മലമുകളിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ മിയാൻഡേഴ്സ് ഇൻ പ്ലെയിൻസ്. ഓക്കെ, സമതലങ്ങളിലോ മിയാൻഡറുകൾ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. നദികൾ വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്ന ആ ഒരു സ്റ്റൈലാണ് നമ്മൾ മിയാൻഡറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സമതലങ്ങളിൽ അങ്ങനെയുള്ള മിയാൻഡറുകളും അതേപോലെ പർവ്വത മേഖലകളിൽ ഇങ്ങനെയുള്ള വലിയ ചെങ്കുത്തായിട്ടുള്ള ഉയർന്ന താഴോട്ട് പതിക്കാൻ പാകത്തിന് തള്ളി നിൽക്കുന്ന വലിയ പർവ്വത ഭാഗങ്ങളും ഒക്കെ അത് ഹിമാലയൻ റിവേഴ്സ് സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ പെനിൻസുലാർ റിവേഴ്സോ do not create deep valleys as they flow through hard and resistant rocks. ഉപദ്വീപീയ നദികൾ അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സ് എന്തുണ്ടാക്കുന്നില്ല? ഈ പറഞ്ഞതുപോലെയുള്ള വലിയ പിന്നെ അഗാധമായിട്ടുള്ള വളരെ താഴ്ചയുള്ള താഴ്വരകളൊന്നും സൃഷ്ടിക്കുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആസ് ദേ ഫ്ലോ ത്രൂ ഹാർഡ് ആൻഡ് റെസിസ്റ്റന്റ് റോക്സ്, വളരെ കാഠിന്യമുള്ള ശിലകളിലൂടെയാണ് എന്തൊഴുകുന്നത്. വളരെ കട്ടി കൂടിയ കനം കൂടിയിട്ടുള്ള നല്ല ഉറപ്പുള്ള ശിലകളിലൂടെയാണ് പെനിൻസുലാർ റിവേഴ്സ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ വാലീസ്, ഡീപ്പ് വാലീസ്, അങ്ങനെ എന്താ പറയുക, അഗാധമായിട്ടുള്ള താഴ്വരകളൊന്നും സൃഷ്ടിക്കുന്നില്ല. പിന്നെ ഹൈ ഇറിഗേഷണൽ പൊട്ടൻഷ്യൽ, ഉയർന്ന ജലസേചന ശേഷി ഏതിനുണ്ട്? ഹിമാലയൻ റിവേഴ്സിനുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ലെസ് ഇറിഗേഷൻ പൊട്ടൻഷ്യൽ, കുറഞ്ഞ ജലസേചന ശേഷിയാണ്. ഓക്കെ, ഹൈ ഇറിഗേഷണൽ പൊട്ടൻഷ്യൽ ആണ് ഇതിന് ഹിമാലയൻ റിവേഴ്സിന്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ലെസ് ആണ്. നാവിഗബിൾ അലോങ് ദി പ്ലെയിൻസ്, അതായത് പിന്നെ സമതല പ്രദേശങ്ങളിലൊക്കെ ജലഗതാഗതത്തിനുള്ള പിന്നെ സാധ്യത വളരെ കൂടുതലാണ്. വാട്ടർ ട്രാൻസ്പോർട്ടേഷനുള്ള ജലഗതാഗതത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ഹിമാലയൻ റിവേഴ്സിൽ. എന്നാൽ പൊട്ടൻഷ്യൽ ഫോർ ഇൻലാൻഡ് നാവിഗേഷൻ ഈസ് ലോ. ഓക്കെ, ഈ പെനിൻസുലാർ റിവേഴ്സിലോ ഈ ഉൾനാടൻ ജലഗതാഗതത്തിനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹിമാലയൻ റിവേഴ്സിന്റെയും പെനിൻസുലാർ റിവേഴ്സിന്റെയും ഒരു കമ്പാരിസൺ, രണ്ടിന്റെയും ഫീച്ചേഴ്സിന് ഒരു കമ്പാരിസൺ നമ്മളിപ്പോൾ ഇവിടെ നടത്തി. നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി ഇവിടെ ഒരു വലിയൊരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. അതായത് ഇവിടെ കുറച്ച് പ്ലേസസ് കൊടുത്തിട്ടുണ്ട്. ന്യൂഡൽഹി, ആഗ്ര, ദേവപ്രയാഗ്, വാരണസി, അലഹബാദ്, പാട്ന, അങ്ങനെയുള്ള കുറച്ച് പ്ലേസസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ പ്ലേസും ഏതൊക്കെയോ ചില നദികളുടെ റിവേഴ്സിന്റെ തീരത്താണ്
സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ ഈ ഓരോ പ്ലേസും ഈ ഓരോ സ്ഥലങ്ങളും ഏത് റിവറിന്റെ തീരത്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി പറയാണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, സാധാരണഗതിയിൽ അങ്ങനെ ചോദ്യം വരാറില്ല, അതൊക്കെ ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പ്ലേസ് പറയുന്നത് സിറ്റീസ് അലോങ് റിവർ ബാങ്ക്സ്, അതായത് റിവർ യമുനയുടെ തീരത്താണ് ഏത് സിറ്റി ഉള്ളത്, ന്യൂഡൽഹി. ഓക്കെ, യമുനയുടെ തീരത്താണ് ന്യൂഡൽഹി ഉള്ളത്. അതേപോലെ യമുനയുടെ തീരത്ത് തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റിയാണ് നമ്മുടെ താജ്മഹൽ ഒക്കെയുള്ള ആഗ്ര. അത് പലർക്കും അറിയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ കുറെ എണ്ണം കൊടുത്തിട്ടുണ്ട്, അഹമ്മദാബാദ്, സൂറത്ത്, കൊൽക്കത്ത. ഇതൊക്കെ ഏത് നദിയുടെ തീരത്താണെന്ന് നമ്മളൊന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ എല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതൊക്കെ ഒരു ചെറിയ ആക്ടിവിറ്റി എന്ന രൂപത്തിൽ താല്പര്യമുള്ള കുട്ടികൾ, താല്പര്യമുള്ള എന്നല്ല, എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോ നമ്മൾ ആഗ്ര നമ്മൾ പറഞ്ഞു, ന്യൂഡൽഹി ഇവിടെ പറഞ്ഞു. ന്യൂഡൽഹി ഏതാണ്, ആഗ്രയും ന്യൂഡൽഹിയും രണ്ടും യമുന ഇവിടെ പറഞ്ഞു. അതേപോലെ ദേവപ്രയാഗ് എന്ന് പറയുന്നത് ഗംഗയുടെ തീരത്താണ് ദേവപ്രയാഗ്. അതേപോലെ ഗംഗയുടെ തീരത്ത് തന്നെയാണ് വാരാണസി, അതേപോലെ അലഹാബാദ്, പട്ന ഇതൊക്കെ ഗംഗയുടെ തീരത്താണ്. അതേപോലെ പിന്നെ ലുധിയാന, ശ്രീനഗർ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ബാക്കിയുള്ളത് കൊൽക്കത്ത എന്ന് പറയുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത ഉള്ളത്. അപ്പൊ ഇങ്ങനെ പിന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പലരും ടൂറൊക്കെ പോയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കൂർഗ് എന്ന് പറയും, കർണാടകയിലെ കൂർഗ് ജില്ല. ഈ കൂർഗ് എന്ന് പറയുന്നത് കാവേരി റിവറിന്റെ തീരത്തുള്ള ഒരു പ്ലേസ് ആണ് കൂർഗ്. അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാം, മാപ്പിന്റെ സഹായത്തോടെ, അറ്റ്ലസിന്റെ സഹായത്തോടെ, അല്ലെങ്കിൽ ഗൂഗിളിന്റെ സഹായത്തോടെ, ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യം ഇതാണല്ലോ, ഗൂഗിളിന്റെ സഹായത്തോടെ ആ ഉത്തരങ്ങളൊക്കെ ജസ്റ്റ് കണ്ടെത്തി ഇവിടെ ജസ്റ്റ് ആ സ്റ്റേറ്റ്സിന്റെ പേര് ഒന്ന് എഴുതി വെക്കുക. അതല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് ഇതേപോലെ ഒരു ബോക്സ് വരച്ച് അതിലേക്ക് എഴുതാം. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ കൂടുതൽ ഇരിക്കുന്നില്ല, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമല്ല, എങ്കിലും ഇവിടെ കൊടുത്തിട്ടുള്ള ന്യൂഡൽഹി, അതേപോലെ ആഗ്ര, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി ഇതും കൂടി പറഞ്ഞിട്ട്, ഈ ഒരു കാണുന്ന ചെറിയൊരു പാസേജും കൂടി പറഞ്ഞിട്ട്, ഈ ഒരു പാരഗ്രാഫും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഹ്യൂമൻ ലൈഫ് ഇൻ ദി പ്ലാറ്റ്യൂ. ഓക്കെ, ഹ്യൂമൻ ലൈഫ് ഇൻ ദി പ്ലാറ്റ്യൂ, ഈ പീഠഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം, അതിനെപ്പറ്റി പറയാണ്. ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം. Cotton, pulses, groundnut, sugarcane, maize, ragi, chili, etc. are the major agricultural crops of this region. പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ, ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട വിളകൾ എന്തൊക്കെയാണ്? നമ്മൾ അർത്ഥം അറിയാത്ത കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, എങ്കിലും പിന്നെ കോട്ടൺ എന്ന് പറയുമ്പോൾ പരുത്തി, അതേപോലെ പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക്, ഇതൊക്കെയാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. അയൺ ഓർ coal, manganese, bauxite, limestone, etc. are the major minerals found here. അതേപോലെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് നമ്മൾ പിന്നെ മൈൻ ചെയ്തെടുക്കുന്ന പ്രധാനപ്പെട്ട മിനറൽസ് ആണ് ഏതൊക്കെ? അയണോർ, ഇരുമ്പിന്റെ അയിര് അല്ലെ, അതേപോലെ കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പുകല്ല് തുടങ്ങിയിട്ടുള്ളവ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന് ഒരു പ്രത്യേക പേരുണ്ട്, എന്താണ്? സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് അല്ലെ, സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്, ധാതുക്കളുടെ കലവറ എന്നുള്ളൊരു പേരുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് മിനറൽസിന്റെ ഡെപ്പോസിറ്റ് എവിടെയുണ്ട്? പെനിൻസുലാർ പ്ലാറ്റ്യൂവിലുണ്ട്. Hence, agriculture, mining, and mineral-based industries are the major economic activities. Okay, ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ എന്തൊക്കെയാണ്? ഇവിടെ പറയുന്നു അഗ്രികൾച്ചർ ഉണ്ട്, അതേപോലെ മൈനിങ് ഉണ്ട്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, കാരണം മിനറൽസ് ധാരാളം ഉണ്ടല്ലോ. സോ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മേജർ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, പ്രധാനപ്പെട്ട പിന്നെ സാമ്പത്തിക മേഖലകൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിലേക്ക് കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും മുകളിൽ പിന്നെ കോട്ടൺ കൾട്ടിവേഷൻ്റെ കാണാം, അതേപോലെ ഇവിടെ മൈനിങ്ങിൻ്റെത് കാണാം, അതേപോലെ ഇവിടെ നമുക്ക് ഏറ്റവും ഈ ഒരു കോർണറിലായിട്ട് ഒരു ഇരുമ്പൊരുക്ക് ശാലയാണെന്ന് തോന്നുന്നു അല്ലെ, അതിന്റെ ചിത്രം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ലൈഫ് ഇൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ ഭാഗം അലോങ് ദി ബ്യൂട്ടിഫുൾ കോസ്റ്റ് ലൈൻസ്, മറ്റൊരു ഫിസിയോഗ്രഫി ആയിട്ടുള്ള കോസ്റ്റ് ലൈൻസ് അല്ലെങ്കിൽ നമ്മൾ തീര സമതലങ്ങളെ പറ്റി അടുത്ത ക്ലാസ്സിൽ പറയും. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.